ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു നാരങ്ങ വെള്ളമായിട്ടാണ് കേട്ടോ. നല്ല ചൂടല്ലേ അപ്പോൾ നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതും വെറും നാരങ്ങ വെള്ളമല്ല, നല്ല പാലൊഴിച്ചിട്ടുള്ള പാലിൻ്റെ കളറുള്ള വെള്ള നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതൊന്ന് വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്കതൊന്ന് വീഡിയോയിലേക്ക് പോവാം, ഒന്ന് കാണാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു നാരങ്ങ കൊണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ജസ്റ്റ് 2 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിനായിട്ട് നാരങ്ങ കട്ട് ചെയ്ത് എടുക്കുക, 4 കഷ്ണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് തോല് വെച്ച് അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തോല് അടിഞ്ഞ ഒരു കയ്പ്പ് വരുന്നതുകൊണ്ട് ഞാൻ ആ തോല് ഒഴിവാക്കിയിട്ട് നീര് മാത്രം ഇതിലേക്ക്, കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് നീര് മാത്രം ഇതിലേക്ക് എടുക്കുന്നുണ്ട്. തോലിടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരൊറ്റ അടിക്ക് നമ്മളെടുത്ത് എടുക്കണം. അല്ലെങ്കിൽ തോൽ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചാലും മതി. അപ്പോൾ നാരങ്ങേൻ്റെ ജ്യൂസ് മാത്രം ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുതിനേൻ്റെ ഒരു ഇല, ഒരു 4-5 ഇല പുതിനേൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ പുതിനേൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇടുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പാലൊഴിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് എത്ര ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത്ര മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. പിന്നെ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് മധുരം ഇടാത്തതുകൊണ്ട് ഇത്രയേ ഇടുന്നുള്ളൂ. ഇതിൽ മധുരം തീരെ കൂട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി മധുരം കൂടുതൽ ആവശ്യമുള്ളവർ നന്നായിട്ടൊന്ന് പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അരിച്ചിട്ട് ഞാനൊരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരിച്ചെടുക്കണം. നമ്മൾ ഈ പുതിനേൻ്റെ ഇലയൊക്കെ അതിൻ്റെ ആ ചണ്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ട പുതിനേൻ്റെ ഇലയൊക്കെ ആ ബാലൻസ് ഇലയൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഇത് നന്ന കട്ടിയിലാണ് നമ്മൾ അടിച്ചെടുത്തത്. ഇനി ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതൊന്ന് കുറച്ച് നേർത്ത് വരണം. നാരങ്ങ വെള്ളം കുറച്ച് നേർത്തിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് നാരങ്ങ വെള്ളം ആയതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളമാണ് ഞാൻ ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരമേ ഉള്ളൂ, ഓവർ മധുരമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് യൂട്യൂബ് ചാനലിലിപ്പോൾ എല്ലാ ചാനലിലും കാണുന്നതാണ്. നമ്മൾ നാരങ്ങ വെള്ളം, വെള്ള നാരങ്ങ വെള്ളം എല്ലാ ചാനലിലും കാണുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ എടുത്തതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള സമയത്ത് ഒരു വ്യത്യസ്ത നാരങ്ങ വെള്ളം ആയാലോ. അപ്പോൾ എന്നും നമ്മൾ ഈ നാരങ്ങ മാത്രമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു നാരങ്ങ വെള്ളം കുടിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.